ഹലോ, കുറേ ഉണ്ട് ഇയാളെക്കുറിച്ച് കംപ്ലൈൻറ്റ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു. എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഇത്. കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജൊക്കെ അയച്ചു. ഐ തോട്ട് ഹി വാസ് ലൈക്ക് ജെനുവിൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസൻ ലൈക്ക് എ നോർമൽ സ്റ്റഫ്. അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്തു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് അയാളെ കണ്ടു. അയാളുടെ കാറിൽ കയറിയാണ് ഞാൻ പോയതെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ കുലസ്ത്രീ ആണെങ്കിൽ, ഇത്രയും വലിയ പതിവ്രതയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അയാൾ വിളിച്ച ഉടനെ അയാളുടെ കൂടെ കയറി കാറിൽ പോയത്? ഒരു അപരിചിതൻ, അയാൾ ഒരു സിനിമാ നടനാണ് എന്നതിനേക്കാൾ അപ്പുറം നമുക്ക് അടുത്തറിയാത്ത ഒരാൾ നമ്മളുടെ ഒരു അപരിചിതനാണ്, അല്ലേ? നമ്മൾ നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരാൾ നമുക്കൊരു അപരിചിതനാണ്, ഒരു സ്ട്രേഞ്ചറാണ്. ഒരു സിനിമയിലുണ്ടെന്ന് വെച്ചുകൊണ്ട് അയാൾ നമുക്ക് ഏറ്റവും അടുത്തൊരാളാവും? ഒരിക്കലും ഇല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരണം എന്നുള്ളത് അവർക്ക് ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും